ഹലോ നമസ്കാരം. ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു ചാനലിലാണ് നമ്മളുടെ ട്യൂട്ടോറിയലിലൊക്കെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ ഏതാണ്ട് 10 വർഷത്തോളമായിട്ട് ഗൂഗിളിൻ്റെ ജി സ്യൂട്ട് എന്ന പാക്കേജ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അത് 2012 രജിസ്റ്റർ ചെയ്തതുകൊണ്ട് തന്നെ അത് കുറേ കാലം എനിക്ക് ഫ്രീ ആയിട്ടായിരുന്നു ലഭ്യമായിരുന്നത്. എന്നാൽ 10 വർഷം അതിൻ്റെ അഗ്രിമെൻറ്റിലുണ്ടായിരുന്നു. 10 വർഷം മാത്രമാണ് അത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുക. 10 വർഷം കഴിഞ്ഞാൽ അത് എക്സ്പയർ ആവും. അതുകൊണ്ട് തന്നെ ഈ സെപ്റ്റംബർ മുതൽ എനിക്ക് ഗൂഗിളിൻ്റെ ആ ജി സ്യൂട്ട് എന്നുള്ള സർവീസ് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ എൻ്റെ ഒട്ടുമിക്ക എല്ലാ ഇമെയിലും അതേപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും അതിനെ കണക്ട് ചെയ്തിട്ടായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ യൂട്യൂബ് ചാനൽ ഇപ്പോഴും അവൈലബിൾ ആണ്. എന്നാൽ അതിൽ തുടർന്നും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇനിയും അതിൽ പല സർവീസുകളൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല. എക്സാമ്പിൾ ഗൂഗിൾ ജിമെയിൽ, അതേപോലെ തന്നെ ഡ്രൈവ്, അതേപോലെ തന്നെ ട്രാൻസ്ലേറ്റർ, അങ്ങനെയുള്ള ഒട്ടനവധി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ആപ്ലിക്കേഷൻസുകളൊന്നും ഗൂഗിൾ ആ ഫ്രീ ടയറിൽ തന്നെ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്ന ആ ഭാഗത്ത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ഇൻഫർമേഷൻ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ തൽക്കാലമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ അതിലുള്ള യൂട്യൂബ് എനിക്ക് ആക്സസ് ചെയ്യാം, അതിലുള്ള വീഡിയോസുകളും അതിൽ പോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നാൽ തുടർന്നും അതിൽ ഞാൻ വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് തന്നെ ഇനി ഞാൻ പുതിയൊരു ചാനലിലാണ്, അതായത് ഓൾറെഡി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു പുതിയൊരു ചാനലിലാണ് ഞാൻ ഇനി മുതലുള്ള വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തുടർന്ന് അതായത് ഈ മുമ്പുള്ള ചാനലിൽ തന്ന സപ്പോർട്ടുകളൊക്കെ ഈ ചാനലും ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നു. പിന്നെ ചാനൽ വളരുക എന്നത് എൻ്റെ ഒരു ഉദ്ദേശമല്ല. എന്നാലും കൂടുതലായിട്ട് എനിക്ക് റിയാക്റ്റിനെ കുറിച്ച് പഠിക്കാനും അതേപോലെ എനിക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കലും ആണ് എൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ ഏതായാലും ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലാണ് എനിക്ക് വീഡിയോസ് ചെയ്യാനും തുടർന്ന് പുതിയ പുതിയ കണ്ടൻറ്റുകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന വർക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരാത്തത് കൊണ്ട് തന്നെ അതിൽ വീഡിയോസ് കണ്ടൻറ്റുകളൊക്കെ ഇടാനൊരു മടിയായിരിക്കും, ആരും കാണാതെയും അതേപോലെ സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ലാത്തൊരു സ്ഥിതിയിൽ നിൽക്കുകയാണെങ്കിൽ. അപ്പോൾ അതിനൊരു മാറ്റം വരാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാനൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടിക്ടോക്ക് ക്ലോണിനെ കുറിച്ചായിരുന്നു, റിയാക്റ്റ് ഉപയോഗിച്ചിട്ട്. അത് നമ്മൾ ഏതാണ്ട് അതിൻ്റെ അവസാന സ്റ്റെപ്പുകളിലേക്ക് കടക്കുകയായിരുന്നു. കുറച്ചുകൂടി കാര്യങ്ങൾ അതിൽ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അതിലെ പല ആപ്ലിക്കേഷൻ പല ഫയർബേസൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളൊന്നും എനിക്കതിൽ ലഭ്യമല്ലാത്തത് കൊണ്ടും അതേപോലെ തന്നെ അതിൽ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ ആ വീഡിയോസിന് സംഭവിച്ചത് കൊണ്ടും ഞാൻ എന്ത് ചെയ്യുന്നത്, തൽക്കാലം അതവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. തുടർന്നൊരു ദിവസം നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും ഒന്നുകൂടി ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മൾ ഗൂഗിൾ ഡ്രൈവ്, അതായത് ഗൂഗിളിൽ നമ്മൾ ഫയലുകളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്ലൗഡ് സിസ്റ്റമാണ് ഗൂഗിൾ ഡ്രൈവ്. ഇതിൻ്റെ ഒരു റിയാക്റ്റ് ആപ്പാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റിയാക്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അതേപോലെ ഫയർബേസ് ഉപയോഗിച്ചിട്ട് ഇത് ഹോസ്റ്റ് ചെയ്യുന്നതിനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ ഡ്രൈവ് എന്നുള്ള ആപ്പ് റിയാക്റ്റും അതേപോലെ ഫയർബേസും ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് സാധാരണ ചെയ്യുന്ന രൂപത്തിൽ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ പുതിയൊരു ചാനലാണ്, അപ്പോൾ അതിൽ വളരെ മനോഹരമായിട്ട് തന്നെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വന്ന് എൻ്റെ കമ്പ്യൂട്ടറിൽ ന്യൂ വോളിയം എടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് റിയാക്റ്റ് ഓപ്പൺ ചെയ്തു. ഇതിൽ നമ്മൾ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. ഞാൻ ആ ഫയലിൻ്റെ പേര് ഡ്രൈവ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര് ഡ്രൈവ് എന്നാണ് ചേർത്ത് കൊടുത്തത്. അത് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിന് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഓപ്പൺ ടെർമിനലിൽ ക്ലിക്ക് ചെയ്ത് നമ്മളിവിടെ വന്ന് ജസ്റ്റ് കോഡ് എന്ന് ടൈപ്പ് ചെയ്തു, കോഡ് സ്പേസ് ഡോട്ട്. അപ്പോൾ നമുക്കിതിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്ത് വരും. അപ്പോൾ ഓപ്പൺ ചെയ്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നത്, ടെർമിനലിൽ പോയതിന് ശേഷം ഇവിടെ വന്ന് ന്യൂ ടെർമിനൽ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം MPS ക്രിയേറ്റ് എന്നിട്ട് റിയാക്റ്റ് ആപ്പ് ഡോട്ട് എന്നിട്ടാൽ മതി. അപ്പോൾ സെയിം അതേ നമ്മൾ ഏതിലാണോ നമ്മൾ ഫോൾഡറിൽ നിൽക്കുന്നത് അവിടെ തന്നെ നമുക്ക് ആ ആപ്ലിക്കേഷന് ക്രിയേറ്റ് ആയി വരും. അപ്പോൾ നമുക്കത് ക്രിയേറ്റ് ചെയ്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഫയർബേസ് നമുക്ക് സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വന്ന് ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാനിവിടെ വന്ന് ജസ്റ്റ് ഫയർബേസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഫയർബേസ് എന്ന് ടൈപ്പ് ചെയ്തു.
ഫയർബേസ് ഞാൻ ഇവിടുന്ന് ഓപ്പൺ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് വരട്ടെ. ഓക്കെ, ഫയർബേസിൻ്റെ പുതിയൊരു അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ആൾറെഡി ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മളിവിടുന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ ഒന്നാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ വന്ന് ജസ്റ്റ് ഗോ കൺസോളിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ചെയ്ത് വരും. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, ജസ്റ്റ് പുതിയൊരു പ്രൊജക്റ്റ് നമുക്കിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആഡ് പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്തു. അതിന് ശേഷം നമ്മൾ പ്രൊജക്റ്റിൻ്റെ പേര് ഡ്രൈവ് എന്ന് ചേർത്ത് കൊടുത്തു. എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. അത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ വന്ന് ജസ്റ്റ് വീണ്ടും കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടുന്ന് സെലക്ട് അക്കൗണ്ടിൽ നമ്മളിവിടുന്ന് ഡിഫാൾട്ട് ഫയർബേസ് അക്കൗണ്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം ക്രിയേറ്റ് പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, ക്രിയേറ്റ് പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഇത് ക്രിയേറ്റായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ ഇതെന്തായി നോക്കാം. ഇത് ക്രിയേറ്റായി വരുന്നുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ വന്ന് കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ അതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് നമുക്കിവിടെ എത്തും. അതിനുശേഷം നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യാം, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ആപ്പ് ബിൽഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഓതൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഓതൻറ്റിഫിക്കേഷൻ ചെയ്യേണ്ടത് അത് നമ്മളിവിടുന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ ഓതൻറ്റിഫിക്കേഷനിൽ പോയതിന് ശേഷം നമുക്കിവിടെ വന്ന് ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടറിൽ ക്ലിക്ക് ചെയ്യാം. ഓതൻറ്റിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് ഗെറ്റ് സ്റ്റാർട്ടറിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ലോഗിൻ ലോഗ് ഔട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗൂഗിളാണ് നമ്മളിവിടെ ഓതൻറ്റിഫിക്കേഷനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഗൂഗിൾ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് എനാബിൾ ചെയ്യാം. ഇവിടെ നിന്ന് എനാബിൾ ചെയ്യാം. അതിനുശേഷം നമ്മളെ ഇമെയിൽ ഐ ഡി ഏതാണോ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് സേവിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ ഓതൻറ്റിഫിക്കേഷൻ്റെ കോൺഫിഗറേഷൻ ഏതാണ്ട് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് നമ്മളെ ക്ലൗഡ് ഡാറ്റാബേസാണ് നമുക്കിവിടെ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ക്ലൗഡ് ഡാറ്റാബേസ് സെറ്റ് ചെയ്യാൻ വീണ്ടും ബിൽഡിൽ പോയതിന് ശേഷം ഇവിടെ വന്ന് ഫയർ സ്റ്റോർ ഡാറ്റാബേസ് സെലക്ട് ചെയ്യാം. അതിനുശേഷം അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് വരട്ടെ. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൊരു ഡാറ്റാബേസ് സെലക്ട് ചെയ്യാം. ഇവിടെ വന്ന് ടെസ്റ്റ് മോഡാണ് സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് അമർത്തി ഇവിടെ വന്ന് ജസ്റ്റ് എനാബിളിൽ ക്ലിക്ക് ചെയ്യുക. ഇതൊന്ന് ആക്റ്റീവായി ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒപ്പം തന്നെ നമ്മുടെ ഫയൽ എന്തായി എന്ന് നോക്കാം. അത് ക്രിയേറ്റായി ഡൗൺലോഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഓക്കെ, ആ സമയം കൊണ്ട് നമുക്കിതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിവിടെ സെറ്റായിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ വന്ന് ആപ്സിൽ പോവുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊജക്റ്റ് സെറ്റിങ്സിൽ പോവുക. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കോൺഫിഗർ ഫയലുകളൊക്കെ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ ആപ്പിൻ്റെ ഒരു പേര് നമുക്കിവിടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനതിൻ്റെ ആപ്പിൻ്റെ പേര് ജസ്റ്റ് ഡ്രൈവ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഹോസ്റ്റിംഗ് കൂടി ഇതിൽ വരുന്നതുകൊണ്ട് നമ്മളിവിടെ വന്ന് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ വന്ന് രജിസ്റ്റർ ആപ്പിൽ ക്ലിക്ക് ചെയ്യുക. ആ ആപ്പ് നമുക്ക് രജിസ്റ്റർ ചെയ്യാണ്. പിന്നെ ബാക്കി വരുന്ന സ്റ്റെപ്പുകളൊക്കെ നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി. ഇവിടെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി. അതിൽ അഡീഷനായിട്ട് നമ്മളൊന്നും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല.
ഓക്കെ, ഇതൊന്നും ഇപ്പോൾ നോക്കണ്ട, ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി. ഓക്കെ, ഇവിടെ വന്ന് നെക്സ്റ്റ് അടിക്കുക, ഇതും ഇവിടെ വന്ന് കണ്ടിന്യൂ ടു കൺസോളിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്കിവിടെ വന്ന് കോൺഫിഗ് എന്നുള്ളൊരു ഫയൽ ഉണ്ടാവും. അതിൽ പോയതിന് ശേഷം നമുക്ക് ഈ കോഡ് കോപ്പി ചെയ്തെടുക്കണം. നമുക്കത് ആവശ്യം വരുന്നുണ്ട്, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യേണ്ടത്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, വിഷ്വൽ സ്റ്റുഡിയോ കോഡിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം. ഇതിപ്പോൾ ഡൗൺലോഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഡൗൺലോഡ് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഇൻസ്റ്റാളായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ അൺവാണ്ടഡ് ആയിട്ട് ആവശ്യമില്ലാത്ത കുറച്ച് ഫയലുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഡിഫോൾട്ടായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ വരുന്നതാണ്. അപ്പോൾ ആ ഫയലുകൾ ഏതൊക്കെയാണോ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ആദ്യം തന്നെ app.txt എന്നുള്ളത്, അതേപോലെ തന്നെ ലോഗോ എന്നുള്ള ഫയല്, അതേപോലെ തന്നെ റിപ്പോർട്ട് വിർച്വൽ എന്നുള്ള ഫയല്, അതേപോലെ സെറ്റപ്പ് ഈ ഫയല്. അങ്ങനെ ഇതിലേക്ക് ആവശ്യമില്ലാത്ത കുറച്ച് ഫയലുകളാണ് ഈ സെലക്ട് ചെയ്തത്. അത് ഞാനിവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ വന്ന് ഈ ഹെഡർ മുതലൊന്ന് അങ്ങോട്ട് ഒഴിവാക്കാം. ഇത്രയും ഒഴിവാക്കി കളഞ്ഞു. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒരു H1 ഉള്ളിലൊരു ടാഗ് കൊടുക്കാം. H1 എന്നുള്ള ടാഗ് ഇട്ടതിന് ശേഷം വെൽക്കം ടു ഓക്കെ, ഈ കോഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇത് ഡിലീറ്റ് ചെയ്യുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മളെ ഇൻഡെക്സിൽ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഫയലുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടുന്ന് കളയാം. ഈ ഭാഗം നമുക്കിവിടെ ആവശ്യമില്ല, അത് കളയാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും താഴെ ഇവിടെ ഒരു ഫയലും വരുന്നുണ്ട്. ഇതും നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ അതും നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം. ഇതിവിടുന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ വരുന്നതാണ് ഈ app.jsൽ നമ്മളിവിടെ വന്ന് ലോഗോ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ലോഗോ നമ്മളിവിടുന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ലോഗോ എന്നുള്ളത് നമുക്കിവിടുന്ന് എന്ത് ചെയ്യാം, കളയാം. ഇത്രയും കാര്യങ്ങൾ ഡിഫോൾട്ടായിട്ട് വരുന്ന കുറച്ച് ഫയലുകളാണ്. അപ്പോൾ അതെല്ലാം നമ്മളിവിടെ ഒഴിവാക്കി. അതിനുശേഷം നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ npm start എന്ന് ടൈപ്പ് ചെയ്ത് നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ റണ്ണായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷന് റണ്ണായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷന് റൺ ചെയ്യിപ്പിക്കുന്നതും അതേപോലെ ഇതിൽ ഫയർബേസ് സെറ്റപ്പ് ചെയ്യുന്നതുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ തുടർന്ന് ഈ വീഡിയോൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.